തെളിച്ചമേകാൻ പൊൻപുലർക്കാലം വെളിച്ചമാകും നുറുങ്ങുവെട്ടം പക്ഷിപരാഗം തെളിച്ചു കാട്ടും വരുന്നു ദൈവം മനസ്സിനുള്ളിൽ തിളക്കമേകിടാൻ തരുന്നു ധ്യാന പ്രകാശമാർക്കും വിളക്ക് വയ്ക്കുമ്പോൾ നുറുങ്ങുവെട്ടം ഇറങ്ങിടട്ടെ ഹൃദന്തമെല്ലാം യുഗപ്രകാശത്താൽ മറഞ്ഞിടട്ടെ മാനാന്ധകാരം യുഗപ്രസാദത്താൽ നുറുങ്ങുവെട്ടം. പ്രിയപ്പെട്ടവരെ, ലൂക്കായുടെ സുവിശേഷത്തിൽ 5-ാം അധ്യായത്തിൽ ഒരു രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടാതെ നിൽക്കുന്ന പത്രോസിൻ്റെ വള്ളത്തിലേക്ക് ക്രിസ്തു കയറി. ക്രിസ്തു അവനോട് പറയും, ആഴത്തിലേക്ക് നീക്കി മീൻ പിടിക്കാൻ വലയിറക്കുകയെന്ന്. ഒരു രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടാതിരുന്ന പത്രോസിന് ക്രിസ്തുവിൻ്റെ സാന്നിധ്യത്തിൽ വള്ളം നിറയെ മീൻ ലഭിക്കും. അവൻ്റെ കൂട്ടുകാരുടെ വള്ളങ്ങളും നിറയും. അവൻ കർത്താവിൻ്റെ മുമ്പിൽ എല്ലാം സമർപ്പിച്ച് കർത്താവിനോടൊപ്പം യാത്രയാവും. യോഹന്നാൻ്റെ സുവിശേഷം 21-ാം അധ്യായത്തിൽ ഒരു രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടാതെ വരുന്ന പത്രോസ് തൻ്റെ 6 കൂട്ടുകാരോടൊപ്പം മീൻ പിടിക്കാൻ പോയിട്ടും ഒന്നും ലഭിക്കുന്നില്ല. 7 എന്ന പൂർണ്ണതയിൽ തന്നോടൊപ്പം ഉണ്ടായിരുന്ന മാനുഷികതയുടെ പൂർണ്ണതയിൽ പോലും പത്രോസിന് ഒന്നും ലഭിച്ചില്ല. എന്നാൽ ക്രിസ്തുവിൻ്റെ വാക്കനുസരിച്ച് അവൻ വലതുവശത്ത് വലയിടും. അപ്പോൾ അവൻ്റെ വള്ളം നിറയെ മീൻ ലഭിക്കും. ക്രിസ്തുവിൻ്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തെ ഒത്തിരി അർത്ഥപൂർണ്ണമാക്കുന്നുണ്ട്. പലപ്പോഴും ദൈവത്തെ മറന്നുള്ള യാത്രകൾ നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം നിഷ്ഫലമാക്കാറുണ്ട്. സങ്കീർത്തകൻ ഇങ്ങനെ പറഞ്ഞു വെക്കും, കർത്താവ് ഭവനം പണിയാതെ വന്നാൽ പണിക്കാരുടെ അധ്വാനം വ്യർത്ഥമാണ്. എങ്കിൽ കർത്താവിനോടൊപ്പം നമുക്ക് പണിയെടുക്കാം. ക്രിസ്തുവിൻ്റെ സാന്നിധ്യത്തിലായിരിക്കാം. അവനുണ്ടെന്ന ബോധ്യത്തിൽ നാം ചെയ്യുന്ന ചെറിയ കാര്യങ്ങൾ പോലും വലുതായി മാറും. ആഴത്തിലേക്ക് നീക്കുന്നതോ വലതുവശത്തേക്ക് വലയിടുന്നതോ ആയിരിക്കില്ല പ്രധാനപ്പെട്ടത്. ക്രിസ്തു എൻ്റെ കൂടെയുണ്ടെന്നുള്ള ബോധ്യമായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ദേവാലയത്തിലേക്ക് നടന്നു പോകുമ്പോൾ പത്രോസിനോട് ചോദിക്കുന്ന മുടന്തനായ മനുഷ്യനോട് അവൻ പറയും, വെള്ളിയോ സ്വർണമോ എൻ്റെ കയ്യിലില്ല, എൻ്റെ പക്കലുള്ളത് ഞാൻ നിനക്ക് തരുന്നു, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുകയെന്ന്. മുടന്തൻ എഴുന്നേറ്റ് നടക്കാൻ കാരണമായത് ക്രിസ്തു കൂടെയുണ്ടെന്നുള്ള ബോധ്യമുള്ള പത്രോസിൻ്റെ വാക്കുകളായിരുന്നു. ദൈവം കൂടെയുണ്ടെന്നുള്ള ബോധ്യത്തിൽ നമുക്കായിരിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ.